ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോഷൻ ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, പ്രോസ്പെക്റ്റിംഗ് വളരെ ഗംഭീരമായിട്ട് ചെയ്യുക, വളരെ നല്ല രീതിയിൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടിക്കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ എൻഗേജ്ഡ് ആണ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയുന്ന, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് മേഖലയിലുള്ള ആളുകൾ എപ്പോഴും തന്നെ സംസാരിക്കുന്ന ഒരു കാര്യം, ആളുകൾ എവിടെയാണോ ഉള്ളത് അവിടെ ആരുടെ പ്രസൻസ് വേണം? നമ്മുടെ പ്രസൻസ് വേണം. ആളുകൾ എവിടെയാണോ ഏറ്റവും കൂടുതലുള്ളത് അവിടെ നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് ഉണ്ടെങ്കിലേ നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ സർവീസ് നമുക്ക് സെല് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത്തരത്തിൽ നമ്മുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യണമെങ്കിൽ, നമ്മൾക്ക് നമ്മുടെ സർവീസ് സെല് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ആവശ്യമുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മൾ എന്താണോ നമ്മുടെ പ്രൊഡക്റ്റ്, എന്താണോ നമ്മുടെ സർവീസ്, അതിനെ ഒന്ന് എഡിഫൈ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ടാസ്ക്. ആ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പോസ്റ്റർ ക്രിയേഷൻ എന്നുള്ളത്. എന്താണ് പോസ്റ്റർ ക്രിയേഷൻ? നമ്മളുടെ പ്രൊഡക്റ്റ് എന്താണ്, നമ്മുടെ സർവീസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അതിനാ ആളുകളിലേക്ക് ഒരു ത്രില്ലിങ് എലമെൻറ്റോട് കൂടിയിട്ട് ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്ന രീതിയിൽ, ആളുകൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ അതിനെ വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പോലും പോസ്റ്റർ മേ ബി സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു പോസ്റ്റർ ക്രിയേഷൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ പ്രൊഡക്റ്റിനെയും സർവീസിനെയും ഇന്ന് സോഷ്യൽ മീഡിയയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു സ്കില്ലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന, ഇപ്പോൾ പാട്ട് പാടാൻ പഠിക്കുന്നത് പോലെ, ഫുട്ബോൾ കളിക്കാൻ പഠിക്കുന്നത് പോലെ, ചിത്രം വരയ്ക്കാൻ പഠിക്കുന്നത് പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയും ഉണ്ട്. പക്ഷേ ആ ഒരു ബുദ്ധിമുട്ട് വളരെ ഷോർട്ട് ടൈം പീരീഡിലേക്ക് മാത്രമേ ഉള്ളൂ. അതൊന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് എല്ലാവർക്കും നല്ലൊരു കണ്ടൻറ് പോസ്റ്റർ മേക്കറായിട്ട് മാറാൻ വേണ്ടി പറ്റും. നല്ല കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ട് നല്ല പോസ്റ്റർ മേക്കറായിട്ട് മാറാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിൽ നിങ്ങളിലേക്ക് നല്ല രീതിയിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഡേ ടു ഡേ പർപ്പസിലേക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങൾക്കൊരു നല്ലൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോസ്പെക്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണപ്രദമാകുന്ന ഒരു ട്രെയിനിങ് സെഷനാണ് ഏപ്രിൽ മാസം 10, 11, 12 തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് 3 ദിവസത്തെ ക്യാൻവ പ്രോ ലെവൽ ട്രെയിനിങ് വർക്ക്ഷോപ്പ്. എന്താണ് ഈ ഒരു വർക്ക്ഷോപ്പിൽ ഉദ്ദേശിക്കുന്നത്? നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒട്ടനവധി ആക്ടിവിറ്റീസ് തന്നുകൊണ്ട്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് അത്രയും ലൈവായിട്ട് നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട്, നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലും ഓരോ ടൂളുകളും ഞാൻ പഠിപ്പിച്ചു തരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ വളരെ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയും അതിനനുസരിച്ച് നിങ്ങളെ മോൾഡ് ചെയ്ത് ആ ഒരു പോസ്റ്ററിനെ വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിലേക്ക്, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാനും ഞാൻ ഡയറക്റ്റ് ഹെൽപ്പ് ചെയ്യുന്ന സൂം ട്രെയിനിങ് ആണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സൂം ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി 100% നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. 100% നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി ചെയ്തിരുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ LBN ടോക്സിൻ്റെ ബാനറിൽ ഫസ്റ്റ് ടൈമാണ് പബ്ലിക്കായിട്ട് ഇങ്ങനൊരു ട്രെയിനിങ് അനൗൺസ് ചെയ്യുന്നത്. നമ്മുടെ ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ്ങുകളിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് 1-2 ദിവസം നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മൾ അവേക്ക് എന്ന് പറയുന്ന നമ്മളുടെ ഫാമിലി, നമ്മളുടെ മോർണിംഗ് സെക്ഷൻ അഥവാ ഈവനിങ് സെക്ഷനിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു, മാർക്കറ്റിൽ ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യമുണ്ട് ലിബിനെ, ഇത് നമ്മൾക്ക് മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് ആയിട്ട്, ഒരു ചെറിയൊരു കോഴ്സായിട്ട് നമുക്ക് ചെയ്തുകൂടെ എന്നുള്ളത് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നത്. വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ടീമിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള എന്ത് കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, നമ്മൾ പോസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഡേ ടു ഡേ പർപ്പസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റർ ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴി എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്ന ഒരു പ്രോഗ്രാമാണ് 3 ഡേ വർക്ക്ഷോപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് LBN ടോക്സിൻ്റെ ബാനറിൽ. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആകുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പോസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളെല്ലാ ആൾക്കാരും പ്രോസ്പെക്റ്റിംഗ് ചെയ്യുന്ന ആളുകളാണ്, പുതിയ ആളുകളിലേക്ക് നമ്മുടെ ബിസിനസ് എത്തിക്കുന്നതാണ്. അപ്പോൾ ഏത് രീതിയിൽ എത്തിക്കുന്നത്? ഫേസ്ബുക്കിലുള്ള ആഡുകൾ അല്ലേ. ഫേസ്ബുക്കിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ടൈപ്പ് ചെയ്തിട്ട് ഇടുകയാണോ ചെയ്യുന്നത്? അല്ല. ഇന്ന് എല്ലാവരും യൂസ് ചെയ്യുന്നത് എന്താ? പോസ്റ്ററാണ്. സ്റ്റാറ്റസ് നിങ്ങൾ ഇടാറുണ്ട് അല്ലേ വാട്സപ്പിൽ. ഈ സ്റ്റാറ്റസ് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? പോസ്റ്ററാണ് അല്ലേ. എല്ലാവരുടെയും സ്റ്റാറ്റസിൽ നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള പോസ്റ്ററുകൾ കാണും.
ഒരുപാട് ആളുകളുടെ സ്റ്റാറ്റസ് നോക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 800 മുതൽ 1000-ഓളം ആളുകൾ ഡെയിലി വൺ ഡേക്കുള്ളിൽ 24 hours വ്യൂ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വ്യൂ അത്രത്തോളം കൂടുന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാരുടെ കോൺടാക്റ്റ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ടാവും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, എനിക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളത്, അത്രയധികം ആളുകളുടെ സ്റ്റാറ്റസും ആര് കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ ലൈഫിൽ ഒരു ടൈം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് കാണുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അട്രാക്ഷൻ കുറവാണ്, ലെറ്റർ എഡിഫിക്കേഷൻ കുറവാണ്, ഒരുപാട് ന്യൂനതകളുണ്ട്. ആ ന്യൂനതകളെല്ലാം മാറ്റിക്കൊണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് നല്ലൊരു പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊമോഷനെ ആയിക്കോട്ടെ, നമ്മുടെ അപ്ലൈനെ വിളിക്കും അല്ലേ, അപ്ലൈനെ വിളിക്കുന്ന സമയത്ത് എന്താണ്, അപ്ലൈനോട് പറയും ഒരു പോസ്റ്റർ റെഡിയാക്കി തരുമോ, അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സിനോട് പറയും ഒരു പോസ്റ്റർ റെഡിയാക്കി തരുമോ. അപ്പോൾ അവർ പറയും തിരക്കാണ്, ബിസിയാണ്, റെഡിയാക്കി തരാം. ചിലപ്പോൾ അന്ന് റെഡിയാക്കി കിട്ടേയില്ല അല്ലേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് നമ്മുടെ കൂടെ ബിസിനസ്സിൽ വന്നിരിക്കുന്ന ഒരാൾക്ക് അവരുടെ വെൽക്കം പോസ്റ്റർ നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നത് ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അവർക്ക് നല്ലൊരു വെൽക്കം പോസ്റ്റർ എങ്ങനെയാണ് റെഡിയാക്കേണ്ടത്, അവർക്ക് നല്ലൊരു ഗ്രീറ്റിംഗ്സ് എങ്ങനെയാണ് റെഡിയാക്കേണ്ടത്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പോസ്റ്റർ എങ്ങനെ റെഡിയാക്കണം, നിങ്ങളുടെ മോർണിംഗ് മീറ്റിൻ്റെ പോസ്റ്റർ എങ്ങനെയാണ് റെഡിയാക്കേണ്ടത്, ഇതിനനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്ന, പഠിപ്പിച്ചു തരുന്ന 3 ദിവസത്തെ ഒരു കോഴ്സാണ്, ഒരു വർക്ക്ഷോപ്പാണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ട്രെയിനിങ് കൂടിയാണിത്. വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ മാത്രം ഒതുക്കി നിർത്താൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല ഈ പറയുന്ന പോസ്റ്റർ എന്നുള്ളത്. അത് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഗ്രൂപ്പുകളിലൊക്കെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് പോസ്റ്റർ ബിസിനസ്സിൻ്റെതായിട്ടുള്ള രീതിയിൽ പല രീതിയിൽ വരുന്നുണ്ട്, പല രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിടുന്നുണ്ട്. വെൽക്കം പോസ്റ്റർ മാത്രമല്ല, പരിപാടിയുടെ ടീം മീറ്റിങ്ങിൻ്റെ അങ്ങനെ പലതും. അപ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ നമ്മുടെ ടീമിൽ വന്നിരിക്കുന്ന ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന പലരും നല്ല പ്രൊഫഷണൽസ് ആണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ഏതെങ്കിലുമൊക്കെ സർക്കാർ സർവീസുകളിൽ ഇരുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നിങ്ങളുടെ ടീമിലുള്ളത്. വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഡിഗ്രി PG കഴിഞ്ഞ ആളുകൾ, ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന ആളുകൾ അല്ലേ, അത്തരത്തിലുള്ള പ്രൊഫഷണൽ ഡിഗ്നിറ്റി ഉള്ള ക്വാളിറ്റി ഉള്ള ആളുകൾ, വക്കീൽ, ഡോക്ടർ, എഞ്ചിനീയർ അല്ലെ, ഇത്തരത്തിലുള്ള ആളുകളാണ് ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് നിങ്ങളൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് അവർക്കും സ്റ്റാറ്റസ് ഇടണം അല്ലേ. അപ്പോൾ അവർ സ്റ്റാറ്റസ് ഇടുമ്പോൾ അവരെന്താ വിചാരിക്കുന്നത്, ഇത് എൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചിട്ടുള്ള, ഞാൻ ഡോക്ടറാണ്, എൻ്റെ കോൺടാക്ട് റേഞ്ച് അങ്ങനെയാണ്, അപ്പോൾ എൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ആളുകളാണ് ഇത് കാണേണ്ടത്. ഈ പോസ്റ്റർ എനിക്ക് ഉതകുന്ന പോസ്റ്ററാണോ എന്ന് അവർ ചിന്തിക്കും. അപ്പോൾ നിങ്ങളിടുന്ന പല പോസ്റ്ററുകളുടെയും ക്വാളിറ്റിയാണ് അവിടെ വിലയിരുത്തപ്പെടുന്നത്. നമ്മൾ ഒരു ഓവറായിട്ട് പല രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ അവരിടില്ല, ലോ ലെവലിലായിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കിത് പ്രൊമോഷൻ ചെയ്യാൻ ഒരു മനസ്സ് വരില്ല. അവർ നിങ്ങളുടെ ബിസിനസ്സിനെയും നിങ്ങളുടെ ക്വാളിറ്റിനെയാണ് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇവർക്ക് നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്യണമെങ്കിലും, നമ്മുടെ ടീമിന് നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്യണമെങ്കിലും നല്ല നല്ല പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്രൊമോഷനാണ്. സോഷ്യൽ മീഡിയ പ്രൊമോഷനും പോസ്റ്റർ മേക്കിംഗ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻസ്റ്റാഗ്രാം നമ്മൾ എന്താ അവിടെ ചെയ്യുന്നത്, പോസ്റ്ററാണ് അല്ലേ. ഫേസ്ബുക്ക് നമ്മൾ എന്താ അവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത്, ബ്ലോഗ് എഴുതാറുണ്ട്, എന്നിരുന്നാൽ പോലും എഴുതുന്ന ആളുകൾ കുറവാണ്, പോസ്റ്ററാണ് നമ്മളവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വാട്സപ്പ് സ്റ്റാറ്റസുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പോസ്റ്ററാണ്. മറ്റുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകൾ, വെബ്സൈറ്റുകൾ എന്താ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്, പോസ്റ്ററാണ്. അപ്പോൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിന് ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഉപകാരം നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാക്കി തരുന്ന ഒരു കോഴ്സാണ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോഴ്സ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കിതിൻ്റെ എല്ലാ രീതിയിലെ കാര്യങ്ങളും പറഞ്ഞു തരുന്ന അൾട്ടിമേറ്റ് ട്രെയിനിങ് പാക്കേജ് ആയിട്ടുള്ള ഒരു കോഴ്സും കൂടിയാണ്. എൻ്റെ ഒരുപാട് സർവീസുകളും കൂടെ ഹിഡൻ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ സസ്പെൻസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. തീർച്ചയായിട്ടും ആവശ്യമുള്ള ആളുകൾ വിളിക്കുക. വെറും 100 മെമ്പേഴ്സിന് മാത്രമേ, 100 ആളുകൾക്ക് മാത്രമേ നമ്മൾ സീറ്റ് കൊടുക്കുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് ഫില്ലാകുന്നുണ്ടോ അത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു ട്രെയിനിങ് വൈൻഡപ്പ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ സീറ്റ് കാര്യങ്ങൾ നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ആദ്യം ബുക്ക് ചെയ്യുന്ന 100 ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു ട്രെയിനിങ്ങിലേക്ക് എൻട്രി ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് മലയാളത്തിൽ ക്യാൻവ പോസ്റ്റർ ക്രിയേഷനെ കുറിച്ചിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കോഴ്സ് സീരീസ് അനൗൺസ് ചെയ്യാൻ വേണ്ടി സാധിച്ചതിൽ. നിങ്ങളെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ഇവിടെയുണ്ട്, എന്നെ വിളിക്കാം, സംസാരിക്കാം, വാട്സപ്പിൽ ചാറ്റ് ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്, ഓൾ ലീഡേഴ്സ്. താങ്ക് യു സോ മച്ച്.